തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രചാരണരംഗത്ത് ഇക്കുറിയും വ്യത്യസ്തനാവുകയാണ് എലിക്കുളം പഞ്ചായത്തിലെ 5-ാം വാർഡ് UDF സ്ഥാനാർത്ഥി മാത്യൂസ് പെരുമനങ്ങാട്. 2015 ആദ്യമായി മത്സരിച്ച് ജയിച്ച വാർഡിലാണ് ഇക്കുറി മാത്യൂസ് അംഗത്തിനിറങ്ങുന്നത്. 2020 പഞ്ചായത്തിലെ വട്ടന്താന വാർഡിൽ അംഗത്തിനിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ചിഹ്നം ഫുട്ബോളായിരുന്നു. സ്വന്തം ചിഹ്നം ഏതായാലും അത് കയ്യിലേന്തിയാണ് മാത്യൂസ് പെരുമനങ്ങാടൻ വീട് കയറിയിരുന്നത്. ഇക്കുറിയും ചിഹ്നം വ്യത്യസ്തമായി ടെലിവിഷൻ. ആദ്യം നമ്മളോട് ബൾബായി മത്സരിച്ചപ്പോൾ ബൾബായിട്ടെല്ലാം വീട്ടിൽ കയറിയായിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുട്ബോളുമായിട്ട് അവിടെയെല്ലാം കയറിയായിരുന്നു. ഇപ്പം TV ആണ് ഇപ്പം നമ്മുടെ ചിഹ്നം. ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ചിഹ്നം എന്നാ ഓക്കെ. മറ്റ് 2 തവണയും ചിഹ്നങ്ങളുമായി വീട് കയറിയെങ്കിൽ ഇക്കുറി ചുമന്നാണ് കയറുന്നത്. 5-ാം വാർഡിലെ 450ഓളം വീടുകളിലും ടെലിവിഷനുമായി മാത്യൂസ് എത്തുന്നുണ്ട്. ചിഹ്നവുമായി വീട് കയറുന്നതിന്റെ കാര്യവും മാത്യൂസ് പറഞ്ഞു. ഇത്തരം വ്യത്യസ്തമായ ചിഹ്നങ്ങൾ വോട്ടർമാരുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. എല്ലാ വർഷവും ഞാൻ നിൽക്കുന്ന ചിഹ്നവുമായിട്ട് എല്ലാ വീട്ടിലും വോട്ട് ചോദിച്ച് ഒരു പതിവ് എനിക്കുണ്ട്. അതനുസരിച്ചാണ് ഇന്ന് ഈ ആൾറൂം വിഭാഗത്തോടെ ഞാൻ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആൾറൂം വിഭാഗത്തിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മൾ ശക്തമായൊരു നിലപാടെടുത്തുകൊണ്ട് ഈ ഭാഗത്ത് നിൽക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ഈ TV തലയിൽ ചുവന്ന് നിൽക്കുന്നതിൻ്റെ ഒരു 100 മീറ്റർ മാറി ഒരു ഫ്ലൈവുഡ് ഫാക്ടറിയും അതുപോലെ ഇതിൻ്റെ മുകൾ വശത്തായിട്ട് അമോണിയം ഫാക്ടറിയും വരുവാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ആദ്യഘട്ടം തന്നെ ബഹുമാനപ്പെട്ട MLA മാണി സി കാപ്പൻ സാറിനൊപ്പം അതിശക്തമായ രീതിയിൽ ഇവിടുത്തെ UDF പ്രവർത്തകരായ ഞങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരു കാരണവശാലും ഈ ഫാക്ടറികൾ ഇവിടെ വരുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് തന്നെ ഇവിടെ പറയുവാൻ വേണ്ടിയുള്ളത്. അതാണ് ഈ രാവിലെ 7 മണി തൊട്ട് ഞങ്ങൾ ഈ ചിഹ്നവുമായിട്ട് ഓരോ വീടുകളിൽ കയറി എല്ലാവരെയും സമീപിച്ചുകൊണ്ട് ഞങ്ങളുടെ ചിഹ്നം പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ ഫാക്ടറികൾ വന്നാലുണ്ടാകുന്ന ദോഷവശങ്ങൾ ഈ നാട്ടുകാരെ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, പാല.